ഇപ്പം അർച്ചന തന്നെ പറയുകയുണ്ടായി, ഇപ്പം പപ്പയും മമ്മിയും ആങ്ങളെയും ഒക്കെ ഉള്ളൊരു ഭാര്യർ കടന്നു വേണം അർച്ചനയിലേക്ക് എത്താൻ എന്നുള്ളത്. അപ്പം പപ്പയെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് പപ്പയായിരുന്നെങ്കിൽ കൂടി നിങ്ങൾ തമ്മിൽ അല്ല ഒട്ടുമല്ല. എന്തൊരു രസമാണ് നിങ്ങളുടെ ബോണ്ട് കാണാൻ, ഓരോ ഫോട്ടോയും വീഡിയോ. അതുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിനെ തന്നെ ആദ്യത്തെ തൂഫാൻ മെയിലിൽ കഥാപാത്രമാക്കാൻ? അപ്പനും മോളുടെയും ക്യാരക്ടർ ആയിരുന്നു. പിന്നെ കുറെയൊക്കെ ഇൻസിഡൻസ് നമ്മളുടെ റിയൽ ലൈഫിനെ ഡെവലപ്പ് ചെയ്തായിരുന്നു ഞാൻ എഴുതി. അപ്പൊ കണക്ട് ചെയ്യുമെന്ന് അറിയായിരുന്നു. പക്ഷെ അഭിനയിക്കാൻ അറിയാവോ അപ്പനെന്ന് എനിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. ഞാൻ അപ്പനോട് പപ്പ തന്നെത്താൻ ഫ്ലൈറ്റ് പിടിച്ച് വന്നോ അഭിനയിക്കാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് അങ്ങനെ വന്ന ആളോട് ഞാൻ ഡയറക്ടറിനോട് അപ്പന്റെ മുന്നേ പറഞ്ഞു, അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പറഞ്ഞു വിട്ടോ, ഒരു സെന്റിമീറ്റർ നോക്കണ്ട എന്ന് പറഞ്ഞ്. പക്ഷെ he did a good job. He was better than me എന്ന് ഞാൻ പറയാം. In terms of lines by heart, നമ്മൾ സിംഗ് സൗണ്ട് ആയിരുന്നു, അപ്പൊ ഫുൾ ബൈ ഹാർട്ട് ചെയ്തു, പുള്ളി പറയുകയും ചെയ്തു. അപ്പം he was good. ഇപ്പൊ ഞാൻ മെസ്സേജ് അയക്കുമ്പോ തന്നെ എന്നോട് പറയണ്ടേ മലയാളത്തിൽ അയക്കില്ല, മലയാളം അപ്പം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാള് എന്തുകൊണ്ടാണ് വീണ്ടും വെബ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ മീനവിയൽ പണ്ടാരപ്പറമ്പിലൊക്കെ മലയാളത്തിൽ അതെങ്ങനെ പറ്റും? ബിക്കോസ് എന്റെ കോർ മലയാളിയാണ്. ഇപ്പൊ എന്റെ വീട്ടിലും സംസാരവും എന്റെ വീട്ടിലത്തെ കൾച്ചർ മലയാളി കൾച്ചറാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം എഴുതുമ്പം അത് മലയാളി നോൺ റെസിഡന്റ് മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. പക്ഷെ അത് മലയാളി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ മനസ്സിലാക്കുന്നത് കൾച്ചർ വൈസ്. അത് ഒരു നോർത്ത് ഇന്ത്യൻസിന് ചിലപ്പോ അങ്ങനെ മനസ്സിലാവുന്ന ഇല്ല. അപ്പം ഡീപ്പ് ഇൻസൈഡ് ഐ എം എ വെരി ഹാർഡ് കോർ മലയാളി. ലൈക്ക് കപ്പയും മീൻകറിയും ഇഷ്ടമുള്ള. അതെ, ഞാൻ വിളിക്കുമ്പോഴും പാലയിലായിരുന്നു അന്ന്, കസിൻസിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട്. എങ്ങനെയാണോ ഓരോ പിറന്നാളിനെയും അല്ലെങ്കിൽ പുതിയൊരു വർഷത്തെ എങ്ങനെ? ഞാൻ ബർത്ത്ഡേസ് ഭയങ്കരമായിട്ട് ലൈക്ക് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ ആഘോഷമല്ല, ഹൃദയം കൊണ്ട്. ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ബർത്ത്ഡേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് എന്റെ ജാനുവരി ആദ്യം തന്നെ വരുന്നതുകൊണ്ട്, നമ്മളുടെ ഡൽഹിയിലായിരുന്നപ്പം ദിവാലി മുതൽ അങ്ങ് തുടങ്ങും, സെലിബ്രേഷൻസ് തുടങ്ങും. അത് അവസാനിക്കുന്ന എന്റെ ബർത്ത്ഡേയില. അപ്പൊ എനിക്ക് അങ്ങനെ ലുക്കിംഗ് ഫോർവേഡ് ആണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി. എനിക്ക് അങ്ങനെ ഒത്തിരി വിഷസ് ഒന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നു. ബിക്കോസ് ഐഡന്റിറ്റി ഇറ്റ്സെൽഫ് വാസ് എ ബിഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എന്താ സംഭവിച്ചേ 2024 നന്ദി പറഞ്ഞ് അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കാണ് ആ ദിവസം 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തേ. ഞാൻ തന്നെ ഇരുന്ന്, ഞാൻ തന്നെ കട്ട് ചെയ്ത്, ഞാൻ തന്നെ ഫോട്ടോ സെറ്റ് ചെയ്തു, ടൈമർ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു വെഡിങ് ഉണ്ടായിരുന്നു. ആ വെഡിങ്ങിന് പോയപ്പോൾ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഹാപ്പി ബർത്ത്ഡേ ആ, നിങ്ങൾ കേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവരെ വരുത്തിച്ച് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു. ആൻഡ് എന്റെ ഫാമിലി ഭയങ്കര ലൗഡാണ് അല്ലെങ്കിൽ തന്നെ. സോ ഐ ജസ്റ്റ് എൻജോയ് മൈ ടൈം.